ഞാൻ 25 കൊല്ലമായിട്ട് അമ്മയുടെ വിളക്ക് ഗോവിന്ദാടികൾ കൊണ്ട് അകത്തുനിന്ന് കൊളുത്തി എടുത്തിട്ട് ഞാൻ കെടാതെ എൻ്റെ ഇല്ലത്ത് കൊണ്ടുവച്ചിട്ട് 25 വർഷമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് കടാവിളക്കായിട്ട്. അതെ, ഇന്നലെ രാത്രി പോലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാത്റൂമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നോക്കി പൂജാമുറിയിലുണ്ട് അത് വിളക്ക് കത്തുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കും. അത് ശരിക്ക് ഇല്ലം അടയ്ക്കാതെ, വാതിലടക്കാതെ 25 കൊല്ലമായി നടത്താണ്. കാരണം അവിടെ ഒരാളുണ്ടാവും എപ്പോഴും. നാ അന്യപന്ഥാവിദ്യത്തെ അയനായാണ്, വേറൊരു വഴിയില്ല നമുക്ക് പോകാൻ. അത് ശ്രീയുദ്ധത്തിലെ വാക്കാണെങ്കിൽ പോലും വിവേകാനന്ദനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. എന്നോട് പറഞ്ഞു, വിവേകാനന്ദൻ സാഹിത്യ സർവസ്വം മുഴുവൻ ഞാൻ വായിച്ചിരുന്നു പണ്ട്. ആ സമയത്ത് അതിൽ പറഞ്ഞൊരു സാധനം, നീ നിൻ്റെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കൂ, അവിടെ അമ്മ വന്നിരുന്നോളും എന്നത്. ഞാൻ അതാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് മുഴുവൻ. ഞാൻ 15 കൊല്ലത്തോളം അമ്പലത്തിൽ ശാന്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല, ഒന്നും ഒരു ഈശ്വരനോടും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, പൂർണ്ണമായിട്ടായിട്ടില്ല. സാർ നമസ്കാരം. എങ്ങനെയാണ് കൈതപ്പുറം എന്ന ആ ഒരു കലാകാരനെ അടയാളപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഗുരുവിന് മുമ്പിലിരിക്കുന്നു, ഗുരുവിൻ്റെ അനുമതിയോടുകൂടി. നമസ്കാരം. അമ്മേശ്വരൻ. എനിക്കും അത്രയില്ല, എനിക്കും ഒന്നും അറിയില്ല. അമ്മയാണ് ഇത് എല്ലാ ആളും. ഈ വാക്ക് തന്നെയാണ് ഒരിക്കൽ നമ്മുടെ മഹാഗായകനായ ദാസേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, ഇൻ്റർവ്യൂ ചെയ്യാനൊരു മഹാഭാഗ്യം ഉണ്ടായി, സൗപർണിക എന്ന് പറഞ്ഞ ഒരു മാഗസിന് വേണ്ടി. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ, എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, എനിക്കൊന്നും അറിയില്ല എന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ എൻ്റെ മറ്റൊരു ഗുരുവിൻ്റെ നാവിൽ നിന്ന് ഞാനത് കേൾക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ ഓർത്തെടുക്കുന്നത്, ഓർമ്മിക്കാനാണെങ്കിൽ ഒരു 100 എപ്പിസോഡ് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബാല്യ യൗവന കൗമാരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ജീവിത വ്യഥകൾ. പക്ഷെ ആ ജീവിത വ്യഥകളൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല, പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ എല്ലാ മൂല്യങ്ങളും അണ്ണിവിട തെറ്റാതെ കൊടും പട്ടിണിയിലും അത് കൃത്യമായി അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ഒരേ ഒരു ആഗ്രഹം മാത്രം, എനിക്ക് സംഗീതം പഠിക്കണം, എനിക്ക് സംഗീതം പഠിക്കണം. അപ്പം അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. ഒരു വേള അമ്മോടും അച്ഛനോടും ഒക്കെ പറയാതെ സംഗീതത്തിൽ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, സംഗീതം പഠിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് അക്കാഡമിയിൽ പോയാൽ മതിയായിരുന്നു. അതെ. അപ്പം പോയില്ല. ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പഠിക്കാൻ വേണ്ടി ഉഴലാണ്. അപ്പം അത് എന്താ, ജ്ഞാനഭിക്ഷുവായിട്ട് അലയുന്നു, വേറൊന്നുമില്ല. അങ്ങനെ അലയുമ്പോൾ ഒരു ഈരിഴത്തോർത്തും ഉടുത്ത മുണ്ട് മാത്രം, അതുകൊണ്ടാണ് അലയുന്നത്. പിന്നീട് തമ്പുരാൻ്റെ കൊട്ടാരത്തിലെത്തുന്നു, പഴശ്ശി. പിന്നെ അവിടെ എത്തുന്നു. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കലവറയിലൊക്കെ കൂടി. പിന്നെ തമ്പുരാൻ്റെ അടുത്ത് സംഗീതം പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പൂഞ്ഞാർ കൊട്ടാരത്തിലെത്തുന്നു. 100 രൂപയ്ക്ക് ജോലി ചെയ്യുന്നു, 400 രൂപയ്ക്ക് പ്രൂഫ് റീഡറായിട്ട് മാതൃഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മാറുന്നു. നെടുമുടി വേണു, കാവാലം, അയ്യപ്പ പണിക്കർ, മഹാരഥന്മാരുടെ അവരുടെ കൂടെ ഒരു കൂട്ടായ്മ. ശരിയത്. ആ കൂട്ടായ്മയിൽ നിന്ന് കൈതപ്പുറം സ്വന്തം ഉരകല്ലിൽ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞു ഷൈനിങ് പെബിളായി മാറുകയായിരുന്നു. ഞങ്ങളുടെ മലയാളത്തിൻ്റെ പുണ്യമായി, മലയാളത്തിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേറെ പല ദുസ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കടലിൽ കിടക്കുന്ന മീൻ ഉപ്പ് വെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷെ ഒരു കാരണവശാലും ആ മീനിന് ഉപ്പില്ല. അപ്പോൾ എത്രത്തോളം ആ പ്രതികൂല കാലാവസ്ഥയിൽ കിടക്കുമ്പോഴും അവിടെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള സ്വഭാവ വൈദൂഷ്യങ്ങളും ഉണ്ടാവാത്ത, അവിടെയൊക്കെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. മദ്യം എന്ന് പറയാൻ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിനക്ക് പറ്റാത്ത കാര്യം നീ ചെയ്യാതിരിക്കുക, നിനക്കതിൽ വിശ്വാസം ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അത് തന്നെ നാളിതുവരെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങയുടെ ജീവിതം. അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ആദ്യമേ പറഞ്ഞത്, നീ ഒരിക്കൽ പോകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവണം, പിരിയുമ്പോൾ അവർ കരയണം. അതെ, സന്തോഷം കൊണ്ട്. ആ രീതി തന്നെയാണ് എപ്പോഴും കൈതപ്പുറം എന്ന കലാകാരനെ, കൈതപ്പുറം എന്ന മനുഷ്യനെ അടയാളപ്പെടുത്തുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടു. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങയെ കാണാൻ വരുന്ന ഗുരുവായൂരിൽ അങ്ങയുടെ കച്ചേരി നടക്കുന്നു.
അന്ന് ധനലക്ഷ്മി ബാങ്കിൻ്റെ ധനശേഖരൻ അവരുടെ ഒരു ആഭിമുഖ്യത്തിലെ കച്ചേരി അതെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അത് ശരിയാ ഒരു വൈകുന്നേരം വരുന്നു. വേറൊരു ബാങ്കുകാരുടെ അതെ അതെ വിളക്കാൻ. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയത് ക്ഷീരസാഗര പാടുന്നു. ഓ അത് ഓഡിയൻസിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ക്ഷീരസാഗര പാടുന്നത്. അതെ ഞാൻ അതുപോലെ ക്ഷീരസാഗര രണ്ടുപേരെ പാടി കേട്ടിട്ടുള്ളൂ. ഒന്ന് ദാസേട്ടനും ഒന്ന് സുബ്ലക്ഷ്മി അമ്മാണ്. അപ്പോൾ ആ പാണി അപ്പോൾ ഒരിക്കൽ ഒരു ഗുരുനാഥൻ പറയുകയുണ്ടായി, നീ പഠിച്ചതെല്ലാം എന്ത് ചെമ്മാങ്കുടി എന്ത് ചെമ്പൈ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിച്ചതെല്ലാം ചൊല്ലി മറക്ക്. പക്ഷെ അതിനോടൊന്നും അതെ അതെ ശരിയാ. പക്ഷെ അപ്പോഴൊക്കെ ജന്മ സാധകം സംഗീതമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. മൂകാംബികയിൽ വെച്ച് ഒരിക്കൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് വാഗ്ദേവതയായ അമ്മ ഇനി നീ എഴുതിക്കോ, അവിടെ മുതലാണ് സാഹിത്യത്തിലേക്ക് തിരിച്ചില്ല. അപ്പോൾ സംഗീതവും സാഹിത്യവും അമ്മയുടെ സ്ഥാനദ്വയങ്ങളാണെന്നല്ല പറയണത്. അമ്മ വേണ്ടത്ര മടിയിലിരുത്തി മകനെ ഊട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവിടെ മൂകാംബികയിൽ വെച്ച് സോപാന എന്ന സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. അതെ ആ സിനിമയിൽ ഈ സിന്ദൂര തിലകാഞ്ചിതേ ഗാനകേയൂര ഹാരാനിധി അത് വേറെ അത് വേറെ സിനിമയിലാണ്. എം ടി സാറിന് അത് തീർത്ഥാടനം. അപ്പോൾ ഈ സിന്ദൂര തിലകാഞ്ചിത ഗാനകേയൂര ഹാരാനിധി ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമാ സംഗീതത്തിൽ മലയാള സിനിമ ചലച്ചിത്ര ഗാന ശാഖയിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു പദം ഞാൻ അതിന് മുമ്പും കേട്ടിട്ടില്ല. അത് ഉപാസന വരുള്ളൂ അതിനുശേഷം. അതുകൊണ്ടാണ് എന്താണ് സിന്ദൂര തിലകാഞ്ചിത എന്നുള്ളത് കൃത്യമായ ഉപാസകന് അത് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അത് ചിട്ടപ്പെടുത്തിയിരിക്കണത് അതുകൊണ്ട് ആലാപനമൊക്കെ ഈശ്വര ഒന്നും പറയാനില്ല. അവിടെ എവിടെ നീ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അമ്മ ഇറങ്ങി വരും. അത് സ്ക്രീനിൽ നമ്മൾ കാണുന്നതാവട്ടെ കൈതപ്രം തിരുമേനി വലിയ കാരുണ്യം അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അവിടെയൊക്കെ അങ്ങ് അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ദേശീയ അവാർഡ് പലരും പറഞ്ഞു ഇക്കുറി കൈതപ്പുറത്തിന് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പലരും പ്രതീക്ഷിച്ചു. അത്രത്തോളം നല്ല വർക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നത് ഒരിടയ്ക്ക് വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നല്ല കൈതപ്പുറം എന്നുള്ളത് കേൾക്കാൻ നമ്മളങ്ങനെ തുടങ്ങിയ ഒരു സമയം. ആ സമയത്താണ് ദേശീയ അവാർഡ് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും അല്ല. പക്ഷെ എനിക്ക് പൽപ്പസ് കിട്ടിയല്ല. അത് തീർച്ചയായും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൽപ്പസ് കിട്ടിയപ്പോൾ സത്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, സത്യനന്ദിക്കാട്, ഇത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കിട്ടും എന്ന് തോന്നുന്നു, നന്നായി എന്ന് പറഞ്ഞു. അല്ല തിരുമേനി അവിടെ ഇങ്ങനെയൊരു ദേശീയ അവാർഡ് നിരസിക്കപ്പെട്ടുകൊണ്ടോ എന്തോന്നറിയില്ല, അവിടെ ഒരു ഡിപ്രസ്ഡായി അവിടെ നിന്ന് മൂകാംബിയിലെത്തുന്നു. അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എപ്പോഴൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു നേരെ കൊണ്ടുപോകും. അപ്പോഴൊക്കെ അമ്മ എന്നെ അങ്ങോട്ട് വിളിക്കും. ഞാൻ മാത്രമല്ല മറുപടി പറഞ്ഞു, നീ ഇപ്പം രണ്ടാമനാണ്, ഒന്നാമനാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതെ ശരിക്കും എനിക്ക് തോന്നിയതാ അമ്മ പറയുന്നത്. പക്ഷേ അതിലുപരിയായി അവിടെ നിന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ പത്മശ്രീയിലേക്കോ അല്ലെങ്കിൽ പത്മഭൂഷണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടോ അദ്ദേഹം അങ്ങേക്ക് കിട്ടട്ടെ, തീർച്ചയായും അങ്ങ് അതിന് അർഹം തന്നെയാണ്. പക്ഷേ അതിലുപരിയായി അങ്ങേക്ക് അവിടെ നിന്നൊരു വലിയൊരു സമ്മാനം കിട്ടും. പിന്നെ ഒരു ശ്രീചക്രം. അത് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ഉപാസകൻ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചിരുന്നത്. അതിനി ആർക്കാണത് കൈമാറേണ്ടത്? അതൊരു സാധകനായിരിക്കണം. അങ്ങനെ എനിക്ക് കൊണ്ടു തന്നതാ. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണത്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു നീ പോയിക്കോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ നമ്മൾ ഒരു അമ്മയെ അങ്ങേയറ്റം വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായും ഈ ദേശീയ അവാർഡിൽ നിന്ന് അവിടെ കൊണ്ടുചെന്ന് അതിനേക്കാൾ വലിയൊരു ഒരു അവാർഡാണ് അമ്മ പിന്നെ സമ്മാനിച്ചത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ നീ ഇവിടെ വരണം. ഒരുപക്ഷെ അന്ന് ദേശീയ പുരസ്കാരം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉൽപ്പത്തി മൂകാംബിയിൽ എത്തിയെന്നിരിക്കില്ല. അങ്ങേ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് തോന്നി, ഇത് കൊടുക്കാൻ പറ്റിയ ആള് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ശ്രീചക്രം അങ്ങനെ അദ്ദേഹം എനിക്ക് അങ്ങൊരു കാര്യം കൂടി അപ്പോൾ എടുത്ത് പറയണ്ടായി. തീർച്ചയായിട്ടും ഒരു ചെറിയ ദക്ഷിണ, ഇത് അതിൻ്റെ ചടങ്ങാണ്. ആ ദക്ഷിണ കൊടുത്തിട്ട് വിധിയാവണ്ണമാണ് അത് പിന്നെ സ്വീകരിച്ചത്. ഇതുപോലെ പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയാൻ സാധിക്കും. മൂകാംബിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ വിശ്വാസം പ്രേക്ഷകർക്ക് വേണ്ടി ഓർമ്മയെന്ന് ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മയെന്ന് പെട്ടെന്ന് പറയാൻ പറ്റിയത് എന്തെങ്കിലും ഒരു കാര്യം? ഞാൻ 25 കൊല്ലമായിട്ട് അമ്മയുടെ വിളക്ക്
ഗോവിന്ദാടികളെ കൊണ്ട് അകത്തുനിന്ന് കൊളുത്തി എടുത്തിട്ട് ഞാൻ കെടാതെ എൻ്റെ ഇല്ലത്ത് കൊണ്ടുവച്ചിട്ട് 25 വർഷമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് കിടാവിളക്കായിട്ട്. അതെ, ഇന്നലെ രാത്രി പോലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാത്റൂമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നോക്കി പൂജാമുറിയിലുണ്ട് അത് വിളക്ക് കത്തുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കും. അത് ശരിക്ക് ഇല്ലം അടയ്ക്കാതെ, വാതിലടക്കാതെ 25 കൊല്ലമായി നടത്താണ്. കാരണം അവിടെ ഒരാളുണ്ടാവും എപ്പോഴും. ഏത് പ്രതികൂല കാലാവസ്ഥയിൽ അമ്മ തന്ന ആ ദീപം അണയാതെ കിടാവിളക്കായി അവിടെ അന്ന് നിൽക്കുന്ന, ഉള്ളിൽ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. നാ അന്യപന്ഥാവിദ്യത്തെ അയനായാണ്. വേറൊരു വഴിയില്ല നമുക്ക് പോകാൻ. അത് ശ്രീയുദ്ധത്തിലെ വാക്കാണെങ്കിൽ പോലും വിവേകാനന്ദനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. എന്നോട് പറഞ്ഞു, വിവേകാനന്ദൻ സാഹിത്യ സർവസ്വം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്. ആ സമയത്ത് അതിൽ പറഞ്ഞൊരു സാധനം, നീ നിൻ്റെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കൂ, അവിടെ അമ്മ വന്നിരുന്നോളും എന്നാണ്. ഞാൻ അതാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് മുഴുവൻ. ഞാൻ 15 കൊല്ലത്തോളം അമ്പലത്തിൽ ശാന്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല, ഒന്നും ഒരു ഈശ്വരനോടും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, പൂർണ്ണമായിട്ടായിട്ടില്ല. എന്നാലും ആ വഴിയിലാണെന്ന് എനിക്കറിയാം. തീർച്ചയായും അങ്ങ് പറഞ്ഞ പോലെ വേറെ എവിടെ പോകാൻ, അങ്ങോട്ടേക്ക് തന്നെ. അതെ, പിന്നെ ലക്ഷ്യം അത് തന്നെ, അതേ വഴി തന്നെ, മാർഗവും അത് തന്നെ. നാ അന്യപന്ഥ, വേറെ വഴിയില്ല. വേറെ വഴിയില്ല. അങ്ങോട്ടേക്ക് തന്നെ അമ്മ നയിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അടുത്തേക്ക് തന്നെ പോയി. ആ അമ്മ തെളിയിച്ച് തന്ന ആ കിടാവിളക്ക് മനസ്സിലിപ്പോഴും പ്രോജ്വലമായിക്കൊണ്ടിരിക്കുന്നു. യാതൊരു സംശയമില്ല.